ഇന്നലെ ഈ നവകേരള സദസ്സിൻ്റെ സമാപനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ UDFൻ്റെ MP-മാർ കേന്ദ്രത്തിനെതിരെ ഒന്നും പറയുന്നില്ല. കേരളത്തിലെ UDFൻ്റെ മുഴുവൻ MP-മാരും മോഡിക്കും അമിത്ഷായ്ക്കും എതിരെ സമരം ചെയ്ത് സസ്പെൻഷൻ വാങ്ങിച്ചവരാണ്. ലോകസഭയിലെ 100 അംഗങ്ങളെയും രാജ്യസഭയിലെ 46 അംഗങ്ങളെയും സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് ഈ നവകേരള സദസ്സിൽ ഒരു വാചകം പോലും മുഖ്യമന്ത്രി അവർക്കെതിരായിട്ട് പറഞ്ഞില്ല. ആ ആക്ഷൻ അപലപിക്കാൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും മമതാ ബാനർജിയും സ്റ്റാലിനും ഡൽഹിയിൽ വന്ന് MP-മാരോട് അനുഭവം പ്രകടിപ്പിച്ചപ്പോൾ എല്ലാ ദിവസവും തള്ളുന്ന മുഖ്യമന്ത്രി ഈ ഒരു വിഷയം പരാമർശിച്ചതേയില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലെ പത്രസമ്മേളനങ്ങളും ഇന്നലെ യുവമോർച്ചയ്ക്കെതിരായി പോലീസ് സ്വീകരിച്ച ഒരു മൃദു സമീപനവും മോഡി പിണറായി കൂട്ടുകെട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ കാണുകയാണ്. മാത്രമല്ല മോഡിയുടെ അതേ ശൈലി തന്നെയാണ് ഇപ്പോൾ പിണറായി സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു കാര്യം മാത്രമേ നോക്കാനുള്ളൂ. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ UDFൻ്റെ എത്ര MLA-മാരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന മാത്രമേ അറിയാനുള്ളൂ. അതായത് ബാക്കി എല്ലാ ശൈലിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇനി സ്വീകരിക്കാൻ ആ ഒരു ശൈലി മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും. മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം, പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാലും 2 കൊല്ലം ഇനി സർക്കാരിന് കാലാവധിയുണ്ട്. ഈ കാലാവധി ഒരു സംഘർഷമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കതിൽ വിരോധമൊന്നുമില്ല. ഞങ്ങൾ അതേ നാണയത്തിൽ തന്നെ അതിനെ നേരിടും. പിന്നെ അതിനെക്കുറിച്ച് ഞങ്ങളോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. MV ഗോവിന്ദൻ പറഞ്ഞ പോലെ വെട്ടും തടയുകയാണെങ്കിൽ അത് തന്നെ നടക്കാം. സാധാരണ അയ്യപ്പൻ വിളക്കിൻ്റെ കാലത്താണ് വെട്ടും തടയുണ്ടാവാറ്. ആ ശൈലി വേണമെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറ് തന്നെയാണ്. ഏതായാലും ഈ നവകേരള സദസ്സ് 10 നിലയ്ക്ക് പൊട്ടിയതിൻ്റെ ക്ഷീണം തീർക്കാനാണ് ഇന്നലെ ഞങ്ങൾക്കെതിരായി ഈ കിരാതമായിട്ടുള്ള നടപടി സ്വീകരിച്ചത്. അതിനെ പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി തന്നെ നേരിടും. പിന്നെ ചില മന്ത്രിമാർ മുഖ്യമന്ത്രിയെ സ്തുതിച്ച് സൗകര്യം പ്രതിജ്ഞ എടുക്കുന്ന മന്ത്രിമാർ പോലും ദൈവത്തിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ പിണറായി ദൈവതുല്യനാണ് എന്നൊക്കെ പറയുമ്പോൾ ദൈവങ്ങളെ ദയവായിട്ട് അവമാനിക്കരുത് എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത്. പറഞ്ഞ പോലെ സോപ്പിടുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ വല്ലാതെ പതപ്പിച്ചാൽ നാളെ ജനങ്ങളുടെ അടുത്തേക്ക് പോകേണ്ടതാണ് എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടാവണം. മാത്രമല്ല ചിലർ പറയുന്നത് 3-ാം തവണയും 4-ാം തവണയും 5-ാം തവണയും പിണറായി തന്നെ അധികാരത്തിൽ വരുന്നതാണ്. ഈ 3-ാം തവണയാകുമ്പോൾ ഈ സാധനം തന്നെ കേരളത്തിലുണ്ടാവുമെന്ന് കണ്ടറിയണം. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ അധികാര കുറവുണ്ടായിട്ടാണ് ബംഗാളിലും ത്രിപുരയിലും അനുഭവിച്ചത്. അതിന് കേരളത്തിന് അനുഭവിക്കണോ എന്ന് അവർ തീരുമാനിച്ചാൽ മതി. പക്ഷേ അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം LDFിലെ ഒരു തിരുത്തൽ ശക്തിയായിട്ടുള്ള CPI അവരും ഇങ്ങനൊരു ദാസ്യവേല എടുക്കാൻ തുടങ്ങിയല്ലോ എന്ന് കാണുമ്പോൾ സങ്കടമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ സത്യം പറഞ്ഞാൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആവശ്യമില്ലല്ലോ. ഈ ഏതാണ്ട് CPI വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ അവർക്ക് CPMൽ ചേരുന്നതാണല്ലേ, അതാര് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ തിരുത്തൽ ശക്തിയായിട്ടുള്ള CPI ഈ രീതിയിൽ അധപ്പതിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ അവരോടൊപ്പം കുറേ കാലം ഭരണത്തിൽ ഒരുമിച്ചുള്ളവരാണ്. അങ്ങനെയുള്ളവർ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സങ്കടമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു. ഈ ഇന്നത്തെ സംഭവത്തിൽ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളെ കേസ് എടുത്തിട്ടുണ്ട്, താങ്കൾ ഉൾപ്പെടെ. സുധാകരൻ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ എത്ര കേസുണ്ട്, എനിക്കെതിരായിട്ട് എത്ര കേസുണ്ട് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അത് ഞങ്ങൾ നിയമപരമായിട്ട് നേരിട്ടോളാം, അതിന് യാതൊരു സംശയവുമില്ല. അതേസമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും DGPക്കൊക്കെ എതിരായി പാർലമെൻറ്റിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ MP-മാർ ആലോചിച്ച് തീരുമാനിക്കും. അത് സ്പീക്കർക്ക് റിട്ടേണായി പരാതി കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചൊരു നടപടി സ്വീകരിക്കും. ക്രമസമാധാന തകർച്ചയെക്കുറിച്ചാണോ? ഞങ്ങളെ അകാരണമായിട്ട് പോലീസ് ആക്രമിച്ചു MP-മാർ. അത് പറഞ്ഞ് ഇന്നലെ ശശി തരൂർ അതിൻ്റെ ഒരു സൂചന തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ 6 MP-മാർ ആലോചിച്ച് അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. സമരം കഴിഞ്ഞില്ല, സമരത്തിൻ്റെ സദസ്സ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. നവകേരള സദസ്സാണ് ഇന്നലെ കഴിഞ്ഞത്. സമരത്തിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെയും സദസ്സുകളാണ്
ഇനി വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകും. ഈ 24-ന്റെ റിപ്പോർട്ടർക്കെതിരെ കേസെടുത്ത നടപടിയെ മുഖ്യമന്ത്രി ഇന്നലെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, അതാണ് മോഡിയുടെ മറ്റൊരു പതിപ്പ് എന്ന് പറയുന്നത്. മോഡി ഇത് തന്നെയാണ് ചെയ്യുന്നത്. പത്രക്കാർക്കെതിരെ കേസെടുക്കുക. 24-നെതിരായിട്ട് എടുത്തു. മറ്റേ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ DGPയുടെ വീടിൻ്റെ അകത്ത് കയറിയിരിക്കുന്നതിൻ്റെ എടുത്തു. ഇതൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പിണറായി തമ്പുരാൻ്റെ കൽപ്പന. അപ്പോൾ ഒരാൾ ഇന്ത്യയിൽ ചക്രവർത്തിയായി പ്രവർത്തിക്കുന്നു, നരേന്ദ്രമോദി. പിണറായിയുടെ തമ്പുരാനായിട്ട് വാഴുന്നു. ഈ രണ്ടു പേർക്കെതിരായിട്ടുള്ള സമരമാണ് കോൺഗ്രസും UDFും കേരളത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്.